രുചി വൈവിധ്യങ്ങളുടെ വിഭവങ്ങൾ ഒരുക്കി സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം. രുചിപ്പെരുമ എന്ന പേരിൽ നടന്ന മത്സരത്തിൽ കോഴിക്കോട് ജില്ലയിലെ 17 സബ് ജില്ലകളിൽ നിന്നുള്ള പാചക തൊഴിലാളികൾ പങ്കെടുത്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ വൈദഗ്ധ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രുചിപ്പെരുമ 2025 എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാതല പാചക മത്സരം സംഘടിപ്പിച്ചത്. സബ് ജില്ലാതല മത്സരങ്ങളിൽ വിജയികളായ 17 പാചക തൊഴിലാളികൾ കോഴിക്കോട് പരപ്പിൽ AM സ്കൂളിൽ നടന്ന പാചക മത്സരത്തിൽ പങ്കെടുത്തു. ഇത് വലിയൊരു പ്രചോദനമാണ്. അതുവരെ ഞങ്ങൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വെക്കുന്നത്. അപ്പം നമുക്ക് നേരെ മുന്നോട്ട് വരാനുള്ളൊരു പ്രചോദനമാണ്. മാംസവും മത്സ്യവും ഒഴിവാക്കിയാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും ഇലവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വിഭവങ്ങൾ ഒരുക്കി. ചീര 10 ഐറ്റംസ് ഉണ്ട്. പിന്നെ കരിവേപ്പിലുണ്ട്, മുരിങ്ങൻ്റെ ഇല ഉണ്ട്, തഴുതാമുണ്ട്. തഴുതാമയൊക്കെ ഏറ്റവും ബെറ്ററാണ്. പ്രമേഹം ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇല കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പിന്നെ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. നല്ലതാണ്. എല്ലാ അസുഖങ്ങളും വരുന്ന ഈ ഇലകളും നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമുക്ക് സ്കൂളിൽ മൊത്തം ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു 4-5 ഐറ്റംസും പിന്നെ മുളപ്പിച്ചൊക്കെ ചെയ്യാം. നമ്മളെ വീട്ടിലെ ഓരോ അമ്മമാരും അത് ചിന്തിക്കുക. വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി, ഗ്രീൻ സലാഡ്, സിമ്പിൾ തോരൻ, ധാന്യക്കഞ്ഞി, വിവിധതരം പുഴുക്കുകൾ, ആരെയും രുചിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്ന വിവിധതരം പായസങ്ങൾ എന്നിവ ഇവർ തയ്യാറാക്കി. ഫറോക്ക് സബ് ജില്ലയിലെ പുറ്റേക്കാട് AMLP സ്കൂളിലെ PP യാസിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. കോഴിക്കോട് റൂറൽ സബ് ജില്ലയിലെ പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്ധു M 2ഉം, വടകര സബ് ജില്ലയിലെ മേപ്പയിൽ ഈസ്റ്റ് SB സ്കൂളിലെ ലീല PK 3ാം സ്ഥാനവും നേടി. കൈരളി ന്യൂസ്, കോഴിക്കോട്.